നമസ്കാരം. ചരക്ക് കപ്പൽ അപകടങ്ങൾ കേരളത്തിനുണ്ടാക്കിയത് വൻ നഷ്ടം. കൊച്ചിയുടെ പുറംകടലിലുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യലഭ്യത കുറഞ്ഞേക്കുമെന്ന് കുഫോസ് പഠന റിപ്പോർട്ട്. കടലിൽ കുഫോസ് സംഘം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. കപ്പൽ അപകടം കടലിലെ മീനുകളുടെ പ്രജനനം, ലഭ്യത എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആലപ്പുഴ പുറംകടലിൽ MSC എൽസ-3 കപ്പൽ മുങ്ങിയത് സംബന്ധിച്ച് മത്സ്യസമ്പത്തിനും പരിസ്ഥിതിക്കുമുണ്ടായ ആഘാതം സംബന്ധിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അഥവാ കുഫോസ് തയ്യാറാക്കിയ പ്രാഥമിക പഠന റിപ്പോർട്ടിലാണ് കടൽ മീൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് വിശദീകരിക്കുന്നതെന്നാണ് സൂചന. സാമ്പിൾ പരിശോധനകളിലെ കണ്ടെത്തൽ മുഖവിലക്കെടുത്താണിത്. സമുദ്ര പരിസ്ഥിതിയിൽ ഇതിന്റെ ദീർഘകാല ആഘാതം അറിയാൻ വിശദമായ പഠനം നടത്തണമെന്നും പ്രശ്നബാധിത മേഖലകളിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും തുടർച്ചയായി നിരീക്ഷണം വേണമെന്നുമുള്ള ശുപാർശയും റിപ്പോർട്ടിനൊപ്പം ഉണ്ടെന്നാണ് സൂചന. മീനുകളുടെ ലഭ്യതയിൽ വരുന്ന കുറവ് കേരളത്തിന്റെ തീരത്തിന് വലിയ ആഘാതമായിരിക്കും. അതിനിടെ മുങ്ങിത്താണ് MSC എൽസ-3 കപ്പലിലെ ഇന്ധനം നീക്കാൻ പുതിയ കമ്പനി സ്മിത്ത് സാൽവേജ് കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടി വരും. ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. കപ്പലുടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയോട് ഇന്ധന നീക്കത്തിനും കപ്പൽ ഉയർത്താനുമുള്ള കർമ്മ പദ്ധതി അടിയന്തരമായി സമർപ്പിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടു. പുതുക്കിയ കർമ്മ പദ്ധതി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇതുവരെ നൽകിയിട്ടില്ലെന്ന് DG ഷിപ്പിംഗ് അറിയിച്ചു. കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ധനം നീക്കൽ വൈകാതെ ആരംഭിക്കുമെന്നാണ് സൂചന. ഇന്ധന നീക്കത്തിന് സഹായിക്കുന്ന ഗാർഡ് വെസൽ കാനറ മേഘ 28-ന് എത്തുമെന്നാണ് സൂചന. സ്ഥലത്ത് ഇപ്പോഴുള്ളത് നന്ദ് സാർദി ടഗാണ്. തീരസംരക്ഷണ സേനയുടെ ഡോണിയർ വിമാനവും നിരീക്ഷണം നടത്തുന്നുണ്ട്. കപ്പൽ മുങ്ങിയതിന് സമീപം 1 കിലോമീറ്ററോളം വ്യാപ്തിയിൽ കണ്ട നേർത്ത എണ്ണപ്പാട ഇനി നീങ്ങിയിട്ടില്ല. ഇത് കപ്പലിന്റെ ഇന്ധന ടാങ്കിൽ നിന്ന് ചോർന്നതല്ലെന്നാണ് പ്രാഥമിക നിരീക്ഷണം. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ കപ്പലിന്റെ എഞ്ചിൻ മുറിയിലോ മെഷീൻ ഭാഗങ്ങളിലോ ഉപയോഗിച്ച ഓയിലോ ലൂബ്രിക്കന്റുകളോ മൂലമാണ് എണ്ണപ്പാടയുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. കപ്പലിലെ ഇന്ധന ടാങ്കുകളിൽ നിന്ന് എണ്ണ ചോരുന്നില്ലെന്ന് സ്ഥിരീകരിച്ചിരുന്നു. നന്ദ് സാർദി ടഗിന്റെ സഹായത്തോടെ എണ്ണപ്പാട നീക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ മെയ് 25-ന് മുങ്ങിയ കപ്പലിന്റെ ബങ്കറിലുള്ള 367 ടൺ സൾഫർ കുറഞ്ഞ എണ്ണയും 84 ടൺ മറൈൻ ഡീസലും ജൂലൈ 3-ന് മുൻപ് നീക്കം ചെയ്യണമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലുടമസ്ഥരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അന്ത്യശാസനം നൽകിയിരുന്നത്. എന്നാൽ എണ്ണ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് ആണയിട്ട് പറഞ്ഞിരുന്ന കപ്പൽ കമ്പനി ഇതിനായി നിയോഗിച്ചിരുന്ന കമ്പനിയുമായിട്ടുള്ള കരാറും അവസാനിപ്പിച്ചിരിക്കുകയാണ്. എണ്ണ നീക്കം ചെയ്യാനും കപ്പലിന്റെ അവശിഷ്ടങ്ങളും മാരക രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുമായി കൊണ്ടുവന്ന TNT സാൽവേജ് എന്ന കമ്പനി പണി നിർത്തിവെച്ച് സ്ഥലം വിട്ടെന്ന് മെർക്കൻഡൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ പറയുന്നു. നിലവിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് ആര് എപ്പോൾ എണ്ണയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന രാസപദാർത്ഥങ്ങളും നീക്കം ചെയ്യുമെന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ്. കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് തരികൾ കൊല്ലം, വിഴിഞ്ഞം തുറമുഖങ്ങളിലേക്ക് മാറ്റാൻ ധാരണയായതായി DG ഷിപ്പിംഗ് അറിയിച്ചു. തിരുവനന്തപുരത്തെ ബീച്ചുകളിൽ നിന്ന് ലഭിച്ച 190 ടൺ പ്ലാസ്റ്റിക് മാലിന്യം തുറമുഖത്തേക്ക് ഉടൻ മാറ്റി തുടങ്ങും. കസ്റ്റംസിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും മേൽനോട്ടത്തിലായിരിക്കും നീക്കുക. ഇതിനൊപ്പമാണ് ചരക്കപ്പൽ തീപിടിച്ച പ്രതിസന്ധി. ബേപ്പൂരിനടുത്ത് പുറംകടലിൽ തീപിടിച്ച വാൻ ഹൈ 503 ചരക്കപ്പലിനെ 48 മണിക്കൂറിനകം 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് മാറ്റാനാണ് നീക്കം നടത്തുന്നത്. തിരുവനന്തപുരം തീരത്തിന് തെക്ക് പടിഞ്ഞാറ് 100 നോട്ടിക്കൽ മൈൽ അകലേക്ക് മാറ്റാൻ കപ്പൽ കമ്പനിയോട് DG ഷിപ്പിംഗ് ആവശ്യപ്പെട്ടു. കപ്പലിൽ നിന്ന് ഇന്ധന ചോർച്ചയുണ്ടായാൽ മലിനീകരണം ഒഴിവാക്കാനാണ് നടപടി. കപ്പൽ ഉടമകളോട് ഇന്ധന നീക്കത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപ്പലിലെ വോയേജ് ഡേറ്റ റെക്കോർഡർ അഥവാ VDR ഇന്ന് കൊച്ചിയിലെത്തിക്കും. ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഇത് പരിശോധിക്കും. പൂർണ്ണമായി തീ അണഞ്ഞാൽ ശ്രീലങ്കയിലെ ഹംബൻടോട്ട തുറമുഖത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് സൂചന.